രാധേടത്തി കറണ്ട് വന്നു. ഉത്തരത്തി നോക്കിക്കാൻ നമുക്ക് കറണ്ട് വന്നു. കറണ്ട് വന്ന് എടുത്തേ. കഴിഞ്ഞ 2 വർഷമായിട്ടില്ലാത്ത കറണ്ട് നമുക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന്? വല്യമ്മ നല്ല ആളാ. ഞങ്ങളോട് ആരോടും പറയാതെ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി പണം കിട്ടി ഇല്ലേ? ഞാനല്ല, ശിവൻകുട്ടി സാറാ പണം കെട്ടിയത്. കെട്ടിക്കഴിഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് തന്നെ. ഈ ബാധ്യതകളെല്ലാം കൂടി. പിന്നെ റീവയറിങ്ങിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല ഫ്യൂസ് ഊരിയത്. 2000 രൂപ കുടിശ്ശിക അടയ്ക്കാനുണ്ട്. അത് 4 വട്ടമായിട്ട് അടയ്ക്കണം. 2 ഗഡു ഞാൻ അടച്ചു. പിന്നെ പുതിയ മീറ്റർ, മെയിൻ സ്വിച്ച്, എർത്ത് വയർ, ബൾബ് എല്ലാം കൂടി 1000. മൊത്തം 2000 രൂപ. ദാ പിടിച്ചോ. ആ ഫ്യൂസ് കുത്താമെന്ന ലൈൻമാൻ ഇവിടെ ഒരു കാർഡ് തന്നെന്ന് പറഞ്ഞല്ലോ, അതെവിടെ? ഫ്യൂസ് കുത്താൻ വന്ന ആളെ കണ്ടില്ല. ഞങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ. പണം അടയ്ക്കുന്നത് ഞാനാണെന്ന് അറിഞ്ഞാൽ ഫ്യൂസ് കുത്താൻ വരുന്നവരുടെ ഫ്യൂസ് നിങ്ങൾ എടുത്താലോ എന്ന് പേടിച്ചിട്ടാ. ഇപ്പൊ വിഡിത്തം പറ്റിയ ആർക്കാണെന്ന് വല്ല പിടിയും കിട്ടിയ ഏ? രൂപ ബില്ലടച്ചിട്ട് തമ. അയാളുടെ സൗജന്യം നമുക്ക് വേണ്ട. ഈ ചില്ലറ കാശ് കൊണ്ട് എന്താകാനടി? ഇപ്പൊ ഉള്ളത് കൊടുക്കാം. ഒരു 10-55 രൂപയെങ്കിലും കാണും. എണ്ണി നോക്കട്ടെ. നിങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കൊടുത്ത തുകയിൽ വരവ് വെച്ചോളൂ. ഇത് 90 രൂപ 75 പൈസയുണ്ട്. ബാക്കി ഗഡുക്കളായിട്ട് തന്നുകൊള്ളാം. നിങ്ങളുടെ സൗജന്യം വേണ്ട. കാശ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പിരിക്കുന്നത് ഞാനല്ല, ഇലക്ട്രിസിറ്റി ബോർഡാ. എനിക്ക് എന്റെ പണം ഒറ്റ ഗഡുവായിട്ട് തിരിച്ചു കിട്ടണം. എന്നാ പിടി. എടോ നോക്കിക്കാതെ കാശ് പിടിക്കാൻ. എടോ തന്നോടാ പറഞ്ഞ കാശ് പിടിക്കാൻ. അപ്പോട്ടാ എന്താ കുട്ടി? മോളിലുള്ള ആളുടെ കയ്യിൽ നിന്ന് ആ കുങ്കുമ വീക്കിൽ എന്ന് വാങ്ങിത്തരുമോ? അത്രേ ഉള്ളോ? അതെ, മോളിലുള്ളയാള് കള്ളനാണോ കൊലപാതകയാണോ എന്നറിയാതെ എങ്ങനെ വാരിക വയ്ക്കുന്നത്? പിന്നെ മോളിലുള്ളയാള് വാങ്ങിയ വാരിക മോളിലുള്ളയാളിനെ വായിക്കാനുള്ളതാ, അല്ലാതെ വിവരമില്ലാത്ത പൈങ്കിളിക്കാർക്ക് വായിക്കാനുള്ളതല്ല. കേട്ടാ? വാ. വിഷമിക്കണ്ട, വെറുതെ പറഞ്ഞതാ. മോശമായിപ്പോയി, പാവം പിള്ളേര്. പാവോ? ആ രാധ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, കുറച്ച് തലക്കനമുള്ള കൂട്ടത്തില. പറഞ്ഞു കേട്ടില്ലേ? മോളിലുള്ളയാള്. എല്ലാരും വിളിക്കുന്ന പോലെ സാറെന്നോ ഏട്ടാന്നൊക്കെ വിളിച്ചാലെന്താ? പെൺകുട്ടികളായ കുറച്ച് ബഹുമാനവും വിനയവും ഒക്കെ വേണം. എന്തോ ഒരു കൂടിയ ഉൽപ്പന്നമാ താനെന്ന അതിന്റെ വിചാരം. സാറ് ചുമ്മാ കൊച്ചു കുട്ടികളെ പോലെ.
ഞാനിനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഓ അല്ല, അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. ആ എന്തോ ഒരു കൂടിയ ഉൽപ്പന്നമാ താനെന്ന അതിന്റെ വിചാരം. ഛെ, സാറ് ചുമ്മാ കൊച്ചു കുട്ടികളെ പോലെ. ഞാനിനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഓ അല്ല, അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. ആ ക്ഷമിക്കണം. പൊയ്പോയ പ്രതാപങ്ങളുടെ ഹാങ് ഓവറിൽ നടക്കുന്ന ഒരു തിരുമേനിക്കുട്ടി എന്നുള്ളതിൽ കവിഞ്ഞ് രാധയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. വാരിക ചോദിച്ചപ്പോൾ കുട്ടി എഴുതിയ കവിത ഇതിലുണ്ടാവുമെന്ന് തീരെ കരുതിയില്ല. കവിത ഞാൻ വായിച്ചു. താരങ്ങൾക്ക് നൽകിയ അഞ്ജലി സങ്കല്പവും ആരോരും അറിയാത്ത മനസ്സിൻ്റെ ഭാവവും ഇഷ്ടായി, ഒത്തിരി ഇഷ്ടായി.